എന്റെ മടിയിൽ കനമില്ലെന്ന് കണ്ഠരര് രാജീവര്. അത് പറഞ്ഞ് നാക്കങ്ങ് വായിലേക്ക് അകത്തേക്ക് ഇട്ടില്ല. അതിനു മുമ്പേ ഹൈക്കോടതി എടുത്തങ്ങ് തൂക്കി. ഹൈക്കോടതി പിടിച്ചെടുത്ത രേഖകളിലും ഇടക്കാല ഉത്തരവിലുമൊക്കെ ഈ കണ്ഠരരും മോഹനർക്കെതിരെയുള്ള കൃത്യമായ തെളിവുകൾ ഉണ്ട് ശബരിമല കൊള്ളയെ സംബന്ധിച്ച് എന്നുള്ളതാണ് പുറത്തു വരുന്ന സൂചനകൾ. അപ്പോൾ ഇതുവരെയും അയ്യോഭാവം ചമഞ്ഞിരുന്നിരുന്ന തന്ത്രി, മാത്രമല്ല തന്ത്രി ഇതിന്റെ ഇടയിലേക്കൊന്നും വന്നില്ല. പ്രധാനപ്പെട്ട നേതാക്കൾ പോലും അറസ്റ്റിലാകുന്ന സാഹചര്യത്തിൽ തന്ത്രിയുടെ പേര് ആരും പറഞ്ഞിരുന്നില്ല. അത് മനഃപൂർവ്വമായിരുന്നോ എന്നുള്ളത് പോലും നമുക്ക് സംശയമാണ്. പലതരത്തിലുള്ള ഈ ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടുള്ളതാണ് തന്ത്രി കുടുംബത്തിന് നേരെ. ഏറ്റവും ഒടുവിൽ നമ്മൾ കേൾക്കുകയും ചെയ്തു, ഭഗവാന്റെ വാജിവാഹനം പോലും എടുത്തുകൊണ്ട് പോയ ഒരു മഹാൻ. ഇത് എങ്ങനെയാണ് തന്ത്രിയെ പോലെ ഇത്തരം താന്ത്രികപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അവഗാഹമുള്ള ഒരാൾക്ക് ഈ വാജിവാഹനം വെറുതെ സൂട്ട് കേസിലോട്ട് അല്ലെങ്കിൽ ബാഗിലോട്ട് പാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നത്? ഇനി അതിന് വില കൊടുത്തുവെങ്കിൽ പോലും അത് എന്തായിരിക്കുന്നു എന്നുള്ളത് തന്ത്രിക്ക് അറിയാവുന്നതല്ലേ. അപ്പോൾ തന്ത്രിയുടെ ഈ കാര്യം തന്നെ, ഈ വാജിവാഹനം അങ്ങനെ കൊണ്ടുപോകാനായിട്ട് തന്ത്രിക്ക് മനസ്സ് വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും തന്ത്രി എന്ത് ചെയ്തിട്ടുണ്ടാകും? തന്ത്രി ഉറപ്പായിട്ടും ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ടാകും. കാരണം വെറുതെ വന്നൊരു ഒപ്പിട്ട് പോകുന്ന ആളല്ലല്ലോ, അന്ധനൊന്നുമല്ലല്ലോ, കണ്ണുപൊട്ടനല്ലല്ലോ. ഈ ഒപ്പിടണതിന് മുകളിൽ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് എന്നുള്ളത് സ്വാഭാവികമായിട്ടും അയ്യപ്പന്റെ അച്ഛന്റെ സ്ഥാനത്ത് നിൽക്കുന്ന തന്ത്രി കാണുന്നുണ്ടാവില്ലേ, വായിക്കുന്നുണ്ടാവില്ലേ? അപ്പൊ സ്വാഭാവികമല്ലേ നമുക്ക് ആ ഒരു സംശയം വരുന്നത്. വെറുതെ ഒപ്പിടാൻ വേണ്ടി വന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ തോക്കിൻ മുനയിൽ നിർത്തിക്കൊണ്ട് തന്ത്രിയെ ഭീഷണിപ്പെടുത്തി ഒപ്പിട്ടു എന്നൊക്കെ നമ്മൾ പറയേണ്ടി വരും. അങ്ങനെയുള്ള സാഹചര്യമൊന്നുമില്ല. ഇതൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ പങ്ക് കിട്ടേണ്ട ആളുകളിലേക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും നാള് ഈ ശബരിമല കേന്ദ്രീകരിച്ച് ഇത്രയും വലിയൊരു കൊള്ള നടന്നുകൊണ്ടിരുന്നത്. ശ്രീകോവിൽ വാതിലിന്റെ സ്വർണം പൊതിഞ്ഞ കട്ടിളപ്പാളികൾ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുന്നതിന് 2019 മെയ് 18 തയ്യാറാക്കിയ മഹസറിൽ ഒപ്പുവെച്ചവരിൽ കണ്ഠരര് രാജീവരും ഉൾപ്പെടും. അപ്പോൾ ഈ ഒരു തെളിവ് ഹൈക്കോടതി പിടിച്ചെടുത്ത രേഖകളിലുണ്ട്. അപ്പൊ അതാണ് മുൻപേ പറഞ്ഞത്, മഹസറിലൊക്കെ ഒപ്പിടണമെങ്കിൽ നമ്മൾ തോക്കിൻ മുനയിലല്ല ഒപ്പിട്ടിട്ടുണ്ടാവുക എന്നുള്ളത് നമുക്ക് വ്യക്തമാകുന്ന കാര്യമാണ്. ഇതൊക്കെ ഇവരൊക്കെ കൂടി ആലോചിച്ച് എല്ലാം ചെയ്തതിന് ശേഷം അയ്യോ ഞാനൊരു പാവം, എനിക്ക് ഇതൊന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ ഈ പൊതുജനം എന്ന് പറയുന്നത് കഴുതയല്ല സർ. ഇതൊക്കെ ന്യായമായും ചിന്തിച്ചു പോകുന്ന സംശയങ്ങളാണ്. അപ്പോൾ ഞങ്ങൾക്ക് അത്രത്തോളം സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഒരു നീതിന്യായ പീഠത്തിന് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമല്ലോ. അപ്പൊ ആ ഒരു ചിന്ത, അതായത് പൊതുജനങ്ങളുടെ മനസ്സിൽ പോലും ഇത്തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ഒരു കേസിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ പോലും ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമാവുകയാണ്. എന്തായാലും ഇതോടുകൂടി മറ്റുള്ളവരുടെ കാര്യത്തിലൊക്കെ തെളിവുകൾ പരിഗണിച്ചിട്ടുണ്ടെങ്കിൽ തന്ത്രിയുടെ പേരും പ്രതി ചേർക്കേണ്ട അവസ്ഥ വരും. ഇതുവരെയും നിഴൽ വെട്ടത്ത് വരാത്ത തന്ത്രി ഇതോടുകൂടി പെടും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. തന്ത്രിയെ വിശ്വസിക്കുന്ന നിലപാട് ഇവര് സ്വീകരിക്കുകയും ഒക്കെ ചെയ്തതാണ്. ഈ ചെമ്പ് പാളി എന്ന് തെറ്റായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള കട്ടിളയിൽ നിന്ന് 474.9 ഗ്രാം സ്വർണവും നഷ്ടമായതായിട്ടും കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമേ നമ്മൾ പറയുന്നുണ്ട് ഈ ഒരു കാര്യം. ഇത് ഇവിടെ ഇരിക്കുന്നത് ഇപ്പോൾ ഒറിജിനൽ, അതായത് 2019 സമയത്തുള്ളത്. ഇവര് കുറച്ച് സ്വർണം എടുത്തിട്ട് ബാംഗ്ലൂരൊക്കെ കൊണ്ടുപോയി മാറ്റിയിട്ട് ബാക്കി കൊണ്ടുവന്ന് അതേപടി ക്ലാഡ് ചെയ്ത് വെച്ചതല്ല. ആക്ച്വലി ഇപ്പോൾ ഇരിക്കുന്ന ഈ കട്ടിളപ്പാളി, ദ്വാരപാലക ശില്പങ്ങൾ ഇതെല്ലാം തന്നെ ഒറിജിനൽ ആണോ, മല്യ കൊണ്ടുവന്ന സ്വർണം ഉപയോഗിച്ച് ക്ലാഡ് ചെയ്ത് വെച്ചിരുന്നതാണോ എന്നുള്ളത് തന്നെ സംശയമാണ്. കാരണം ക്ലാഡ് ചെയ്ത സാധനത്തിൽ പോളിഷ് ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് അതിന് എണ്ണയും പൊടിയും ഒക്കെ കൊണ്ട് ഏറ്റിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ സ്വർണമൊക്കെ പോളിഷ് ചെയ്യും ഒരു തിളക്കം കിട്ടാനായിട്ട്. അല്ലാതെ സ്വർണം പൂശില്ല. സ്വർണത്തിന്മേൽ എന്തിനാണ് സ്വർണം പൂശുന്നത്? ആ സ്വർണം പൂശണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അതുവരെ അവിടെ ഉണ്ടായിരുന്ന തനി സ്വർണമായിട്ടുള്ള കട്ടിളപ്പാളിയോ ദ്വാരപാലക ശില്പങ്ങളോ ആയിരിക്കില്ലല്ലോ അവിടെ ഉണ്ടാകുക. സ്വർണം പൂശണമെങ്കിൽ ഇത് ചെമ്പാണെന്ന് ഇവർക്ക് അറിയാമായിരുന്നിരിക്കണം.
ചെമ്പിലേക്ക് ഇത് മാറ്റുന്ന രീതികൾ ഇവർക്കറിയാമായിരിക്കണം. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന യഥാർത്ഥ കട്ടിളപ്പാളിയും ഈ പറയുന്ന ദ്വാരപാലക ശില്പങ്ങളും ഒക്കെ എവിടെയായിരുന്നു എന്നുള്ളത് ഇവർക്ക് അറിയാമായിരുന്നിരിക്കണം. അപ്പൊ സ്വർണത്തെക്കുറിച്ച് അത് മാറ്റി പൂർണ്ണമായിട്ടും ചെമ്പ് വെച്ച് അതിൽ പോളിഷ് ചെയ്ത് വെച്ചു. അപ്പൊ ഈ ഉദ്യോഗസ്ഥരല്ലാതെ മറ്റാരും, ഉദ്യോഗസ്ഥരും തന്ത്രിയും ഉൾപ്പെടുന്ന ഈ ഒരു സംഘം, കൊള്ള സംഘം, തസ്കര സംഘം അല്ലാതെ ഇതൊന്നും മറ്റാരും അറിഞ്ഞിട്ടുണ്ടാവില്ല. സ്വാഭാവികമല്ലേ? അവിടെ നടക്കുന്ന പ്രവർത്തികൾ എന്താണെന്നുള്ളത് നമ്മൾ ചില വാർത്തകളൊക്കെ വരുമ്പോൾ മാത്രമാണ് അറിയുന്നത്. അപ്പൊ അവിടെ ഇത് ഇളക്കിക്കൊണ്ട് പോയി കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അത് എങ്ങനെ അറിയാനാണ്? ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ഒരു തസ്കര സംഘത്തിനെ അവിടെ വെച്ചിട്ടുണ്ട്. അതായത് ഈ പറയുന്ന ക്ഷേത്രങ്ങളുടെയൊക്കെ എല്ലാ നടത്തിപ്പുകൾക്കും വേണ്ടുന്ന കാര്യങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ദേവസ്വം ബോർഡ്. പക്ഷെ ക്ഷേത്രങ്ങളെ കൊള്ളയടിക്കുന്ന ഒരു വിങ് ആയിട്ട് ദേവസ്വം ബോർഡ് മാറുകയും അതിനെ മാറ്റുകയും ഇത്തരത്തിലുള്ള തസ്കര സംഘം അവിടെ കുടിയേറുകയും ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. എന്തായാലും അറ്റകുറ്റപ്പണികൾക്ക് ദേവന്റെ അനുജ്ഞ കൈമാറുക മാത്രമാണ് ഉണ്ടായതെന്നാണ് തന്ത്രി നൽകുന്ന പറയുന്ന വിശദീകരണം. ശരിയാണ്, ഞാൻ ദേവഹിതം നോക്കി. ദേവഹിതം എന്ന് പറയുന്നത് അയ്യപ്പൻ പറഞ്ഞ പോലും, എടാവേ നീ ആ സ്വർണ്ണപ്പാളി എടുത്ത് കൊണ്ടുപോയി മറിച്ച് വിറ്റോ, കുഴപ്പമില്ല, അതിന് മോഹവിലയൊക്കെ കിട്ടുമല്ലോ, എനിക്ക് അത്രയൊന്നും തിളക്കത്തിലിരിക്കണം എന്ന് യാതൊരു താല്പര്യവും ഇല്ല, അതുകൊണ്ട് എനിക്ക് വല്ല സ്വർണ്ണോ ചെമ്പ് പൂജിയതായാലും മതി, ആരറിയാനാണ് എന്ന് അയ്യപ്പൻ പറഞ്ഞു എന്ന് അയ്യപ്പന് മാത്രമേ അറിയാൻ പാടുള്ളൂ. ഇനി ഇപ്പൊ വേണമെങ്കിൽ ഇതൊക്കെ തെളിയണമെങ്കിൽ വീണ്ടും ഒരു ദേവപ്രശ്നം വെക്കേണ്ടി വരും. അപ്പൊ ഈ ദേവപ്രശ്നം വെക്കണമെങ്കിൽ ഉറപ്പായിട്ടും ഈ കുടുംബത്തിൽ നിന്നുള്ളവരെ ഇരുത്തിയിട്ട് യാതൊരു കാര്യമില്ല, മറ്റാരെങ്കിലും കൊണ്ടുവന്ന് ദേവപ്രശ്നം വെപ്പിക്കേണ്ടി വരും. കാരണം അയ്യപ്പൻ ഈ പറഞ്ഞ പോലെ പറഞ്ഞോന്ന് അറിയില്ലല്ലോ. അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഈ സ്വർണം പൂശാനായിട്ട് ചെമ്പുപാളിയിൽ സ്വർണം പൂശാനുള്ള അനുമതിക്ക് ഒപ്പിട്ട് കൊടുത്തത്. അപ്പോൾ ഈ ഒപ്പിട്ട് കൊടുക്കുമ്പോൾ ഇത്തരത്തിൽ അയ്യപ്പൻ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് സംശയാസ്പദമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും മഹസറിലുള്ള ഈ ഒരു ഒപ്പ്, അത് ഇതുവരെ എല്ലാവരും കണ്ണടച്ച് നിന്നെങ്കിലും മനസ്സിലാക്കാൻ കഴിയുന്നത് തന്ത്രിക്കെതിരെ കൃത്യമായിട്ടുള്ള തെളിവുകൾ കിട്ടുന്നത് വരെ SIT വെയിറ്റ് ചെയ്ത് നിന്നതായിരിക്കാം. എന്തായാലും ഈ ഒപ്പ് കൂടി വരുന്നതും ബാക്കി തെളിവുകൾ ലഭിക്കുന്നതും അനുസരിച്ച് ഇത് തന്ത്രിക്ക് തിരിച്ചടിയാകാനുള്ള സാധ്യതകളുണ്ട്. കട്ടിളപ്പാളികളുടെ മഹസറിൽ തന്ത്രിയും അന്നത്തെ മേൽശാന്തിയായിട്ടുള്ള വി എൻ വാസുദേവൻ നമ്പൂതിരി, ഉദ്യോഗസ്ഥരായിട്ട് മൂരി ബാബു, D ജയകുമാർ, ശങ്കരനാരായണൻ, സുലിൻ കുമാർ, ബിജുമോൻ, ജീവനക്കാരായിട്ടുള്ള S ജയകുമാർ എന്നിവരൊക്കെ ഒപ്പുവെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇതിൽ മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. തന്ത്രി രാജീവരെ SIT ചോദ്യം ചെയ്യുകയും ചെയ്തതാണ്. ചോദ്യം ചെയ്യുന്ന സമയത്ത് തന്നെ കരഞ്ഞു മെഴുകുന്നുണ്ട്, അയ്യോ എനിക്കൊന്നും അറിയാൻ മേലെ ഏമാമാരെ എന്ന് പറഞ്ഞിട്ട് ദേവഹിതമൊക്കെ പറഞ്ഞുകൊണ്ട് മെഴുകുകയാണ് ചെയ്തിട്ടുള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാം, പക്ഷേ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയുന്ന വിധം എങ്ങനെയാണ് എന്നുള്ളത് പുറത്തേക്ക് വരേണ്ടതുണ്ട്. അപ്പോൾ മാത്രമല്ല ഈ പത്മകുമാർ, മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിട്ടുള്ള പത്മകുമാർ, ഈ പത്മകുമാറിന്റെ മൊഴിയും തന്ത്രിക്കെതിരാണ്. പത്മകുമാർ പിന്നെ ശുദ്ധനായ സാത്വികനായ മനുഷ്യനാണ്. എൻ്റെ ചുമലിലെല്ലാം ഇരുന്നോട്ടെ, എല്ലാ തെറ്റുകളും ഞാൻ ഏറ്റെടുത്തുകൊണ്ട് അകത്തേക്ക് ഇതാ ഞാൻ പോകുന്നു എന്നൊന്നും പത്മകുമാർ പറയില്ല. പത്മകുമാർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ദൈവത്തോളം പോകുന്നവരാണ്, അതായത് അങ്ങനെ നമുക്ക് ദൈവസമാന മുഖമുള്ളവരാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ, ഞാൻ പോകുകയാണെങ്കിൽ നിന്നെയൊക്കെ കൊണ്ടേ പോകുകയുള്ളൂ എന്നുള്ളതിൻ്റെ ഒരു നേർചിത്രം, അതിന് വേണ്ടുന്ന ചില പിൻ പോയിന്റ്സ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് തന്നെയാണ് പത്മകുമാറും അകത്തേക്ക് പോയിട്ടുള്ളത്. പത്മകുമാറിനെ SIT ചെയ്യേണ്ട പോലെ ചോദ്യം ചെയ്തതോടുകൂടി പല കാര്യങ്ങളുമൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോഴുള്ള അന്വേഷണം മുന്നോട്ട് പോകുന്നത്. എന്തായാലും ദ്വാരപാല ശില്പങ്ങളുടെ അറ്റകുറ്റപ്പണിക്ക് മുമ്പാണ് പോറ്റി കട്ടിളപ്പാളിയൊക്കെ കടത്തിയിട്ടുള്ളത്. അതിനു മുമ്പ് ശ്രീകോവിൽ വാതിൽ പുതുക്കി പണിത് വിശ്വാസ്യത പിടിച്ചു പറ്റിയിരുന്നു. ഈ പുതുക്കി പണിയുന്ന സമയത്ത് എത്രത്തോളം സ്വർണ്ണം അതിൽ നിന്ന് പോയിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് അറിയേണ്ടതാണ്. പുതുക്കി പണിയുന്ന സമയത്ത് ഇത് സ്വർണ്ണപ്പാളി അല്ലായിരുന്നോ, അത് ചെമ്പുപാളി ആയിരുന്നോ എന്നുള്ളതും വ്യക്തമാകേണ്ടതുണ്ട്. കട്ടിളപ്പാളികൾ കൊടുത്തുവിടാനുള്ള നീക്കം 2019 ഫെബ്രുവരി 16 തുടങ്ങിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ ദേവസ്വം കമ്മീഷണർക്ക് അയച്ചിട്ടുള്ള സ്വർണ്ണപ്പാളികൾ എന്നാണ് രേഖപ്പെടുത്തിയിരുന്നത്.
ദേവസ്വം കമ്മീഷണർ ബോർഡിന് നൽകിയ ശുപാർശയിൽ അത് ചെമ്പാകുകയും ചെയ്തിട്ടുണ്ട്. കൊടുത്തു വിടുമ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ സ്വർണം, ഇങ്ങോട്ട് വരുമ്പോൾ ചെമ്പ്. എന്തൊരു മറിമായമാണ് അവിടെ നടന്നത് എന്നുള്ളത് അയ്യപ്പന് പോലും മനസ്സിലാവാത്ത ഒരു അവസ്ഥയുണ്ട്. എന്തായാലും മാർച്ച് 20 അതേപടി ആണ് എന്നുള്ളത് ഒരു തീരുമാനമെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതോടുകൂടിയാണ് മെയ്യിൽ ഇത് ചെന്നൈക്ക് കൊടുത്തയച്ചിട്ടുള്ളത്. അതേസമയം തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം, അതായത് SIT സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടുള്ള ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിനെ ഇന്നലെ വൈകിട്ട് കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി തന്നെയാണ് SIT കസ്റ്റഡിയിൽ വാങ്ങിയത്. കൂടുതൽ വിവരങ്ങൾ കിട്ടാനുണ്ട് എന്ന് SIT വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. എന്തായാലും SITയുടെ ആവശ്യം കോടതി അംഗീകരിക്കുകയും ചെയ്തു. ഈ മൂവരെയും ഇരുത്തി ചോദ്യം ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഇനിയിപ്പോൾ തന്ത്രിയെ ഉൾപ്പെടെ ഇരുത്തിക്കൊണ്ട് ചോദ്യം ചെയ്യാനുള്ള സാധ്യതകളൊക്കെ ഏറെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.